ഹായ്. സൈക്യാട്രിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ്, ഈ രണ്ടു പേർക്കും തമ്മിലുള്ള വ്യത്യാസം എത്ര പേർക്കറിയാം? യെസ്, ഒരാൾ മരുന്ന് നൽകുന്നതിലൂടെ ചികിത്സിക്കുന്നു, മറ്റേയാൾ സംസാരത്തിലൂടെ ഡിഫറെന്റ് തെറാപ്പികളിലൂടെ മാനസികാരോഗ്യത്തിന് സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പഠനം, ചികിത്സാ രീതി, സമീപനം എന്നിവ വളരെ വ്യത്യസ്തവുമാണ്. ഒരാൾ സൈക്യാട്രിസ്റ്റ് മാനസികാവസ്ഥയെ ശാരീരിക പശ്ചാത്തലത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മരുന്ന് നൽകുവാനുള്ള അധികാരവുമുണ്ട്. അതുപോലെ തന്നെ അവരെന്താണ് പഠിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ MBBS മെഡിസിൻ കഴിഞ്ഞ് മാനസികാരോഗ്യത്തിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തവരായിരിക്കും, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സൈക്യാട്രി ചെയ്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കി അതിന് മരുന്ന് നൽകിയാണ് ചികിത്സിക്കാറുള്ളത്. അവർ കൗൺസിലിംഗ് ചെയ്യാറില്ല. സൈക്യാട്രിസ്റ്റുകളുടെ ചികിത്സാ രീതി എന്നത് തലച്ചോറിലെ രാസമാറ്റങ്ങൾ അഥവാ കെമിക്കൽ ഇംബാലൻസസ്, ശാരീരിക രോഗങ്ങൾ, അതുപോലെ തന്നെ ജനിതക മാറ്റങ്ങൾ തുടങ്ങിയവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കണ്ടറിഞ്ഞ് അതിന് മരുന്ന് നൽകുന്നതാണ്. അതായത് സിവിയർ ഡിപ്രഷൻ, ബൈപോളാർ ഡിസോർഡർ, സ്കീസോഫ്രീനിയ, കടുത്ത ADHD തുടങ്ങിയ സങ്കീർണമായ രോഗങ്ങൾക്ക് ചികിത്സ നൽകുവാൻ നമ്മളെ ഒരു സൈക്യാട്രിസ്റ്റിനെ തന്നെ കാണേണ്ടതുണ്ട്. മനുഷ്യൻ്റെ പെരുമാറ്റം, ചിന്താഗതികൾ, വികാരങ്ങൾ, സാമൂഹ്യ പശ്ചാത്തലം എന്നിവയിലൂടെ മാനസികാരോഗ്യത്തെ കാണുന്നവരാണ് സൈക്കോളജിസ്റ്റ്. ഇവർ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം എടുത്തവരായിരിക്കും. അതുപോലെ തന്നെ കൗൺസിലിംഗ് കോഴ്സ് ചെയ്തിട്ടുണ്ടാവാം, ഒരുപാട് തെറാപ്പികളും അവർ പഠിച്ചിട്ടുണ്ടാവാം, PhD വരെ അവർക്ക് എടുക്കാൻ. പക്ഷേ അവർക്ക് മരുന്ന് കൊടുക്കുവാനുള്ള അധികാരമില്ല. ഇവർ കൗൺസിലിംഗ് അഥവാ ടോക്ക് തെറാപ്പിയിലൂടെയാണ് ചികിത്സ നൽകുന്നത്. അതിനവർ ഡിഫറെൻറ്റ് തെറാപ്പീസ് ഉപയോഗിക്കുന്നു. അതായത് CBT, NLP, ഹിപ്നോതെറാപ്പി, അങ്ങനെ ഒരുപാട് തെറാപ്പികളുണ്ട്. ഏതെങ്കിലും ഒന്ന് അവർ ഉപയോഗിച്ച് ഓരോരുത്തർക്കും എന്താണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് അവർ ആ തെറാപ്പി നൽകുന്നു. സൈക്കോളജിസ്റ്റിനെ കാണുവാൻ പേടിയുള്ളവരുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ആ പേടിയേ വേണ്ട. കാരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ എംപത്തറ്റിക്കായിട്ട് നിങ്ങളെ കാണുവാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് കൂട്ടിച്ചേർക്കുവാനുള്ളത്. അവർ നിങ്ങളുടെ ഒരു ഫ്രണ്ടായി തന്നെ, ഫ്രണ്ട് പോലെ എന്ന് തന്നെ പറയാം, നിങ്ങളെ കേൾക്കുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ ഇത് ഊന്നി പറയുകയാണ്. അമിത ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം, അതായത് സ്ട്രെസ്, റിലേഷൻഷിപ്പ് പ്രോബ്ലം, ആത്മവിശ്വാസക്കുറവ് എന്നിവ, പേടി തുടങ്ങിയവ മരുന്നുകളില്ലാതെ ചികിത്സ നൽകുന്നവരാണ് സൈക്കോളജിസ്റ്റുകൾ. ചിലപ്പോൾ നമുക്ക് സൈക്യാട്രിസ്റ്റിൻ്റെയും സൈക്കോളജിസ്റ്റുകളുടെയും രണ്ടുപേരുടെയും സേവനം നമുക്ക് ആവശ്യമായി വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ രണ്ടുപേരുടെ സഹായവും എടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.